നമ്മള് +1 രണ്ടാമത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ഓർഡേർഡ് പെയറുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു. രണ്ടാമത്തെ ടോപ്പിക്കായ കാർട്ടീഷ്യൻ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു. മൂന്നാമത്തെ ടോപ്പിക്കായ റിലേഷനുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു. ഇന്ന് നമ്മള് ലാസ്റ്റ് ടോപ്പിക്കായ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച എക്സാമ്പിൾ, എക്സസൈസ് ക്വസ്റ്റ്യൻ എന്നിവയല്ലാതെയുള്ള ചില ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്ത് പഠിച്ചിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോ ഇനി ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ചോദ്യം ഞാൻ തന്നുവിട്ടതിനകത്ത് 2015 മാർച്ചിലെ ചോദ്യമാണ്. 2015 മാർച്ചിലെ ചോദ്യം എന്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവർക്കും സംശയമുള്ള ചോദ്യമാണ് അല്ലേ. ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ, ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ f of x is equal to x square plus 3x plus 5 divided by x square minus 5xa plus 4. എത്ര മാർക്കിന്റെ ചോദ്യമാണ്? 2 മാർക്ക്. എഴുതാത്തവര് റെഡ് ഇങ്ക് പെൻ കൊണ്ട് ഞാൻ എഴുതുമ്പോ എന്റെ കൂടെ എഴുതി വരണം. പറഞ്ഞു മനസ്സിലായല്ലോ? പിന്നെ എഴുതാതിരിക്കരുത്, എന്റെ കൂടെ എഴുതി വരണം. കൂടെ ശ്രദ്ധിച്ചിരിക്കാം. നമുക്കൊരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു. ഇത് എന്ത് ഫംഗ്ഷനാണ്? ഇത് എന്ത് ഫംഗ്ഷനാണ്? ആദ്യമായിട്ട് കേൾക്കുക. ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണ്. എന്ത് ഫംഗ്ഷനാണ്? അപ്പോൾ എന്താണ് റാഷണൽ ഫംഗ്ഷൻ? സഫ്നാസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് റാഷണൽ ഫംഗ്ഷൻ? അപ്പൊ നമ്മുടെ ചോദ്യം എങ്ങനെയായിരുന്നു? ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണ്. എന്താണ് റാഷണൽ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ f of x divided by g of x, g of x not equal to 0, f of x, g of x ഇവരെന്തായിരിക്കണം? പോളിനോമിയൽ ആയിരിക്കണം. ശ്രദ്ധിച്ച് കേട്ടോണം. അങ്ങനെ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ തന്നിട്ട് ഡൊമൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ? പോളിനോമിയൽ ഫംഗ്ഷൻ തന്നിട്ട് ഡൊമൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ. ഈ ഡിനോമിനേറ്റർ ഈസ് ഈക്വൽ ടു 0 എടുക്കാം. അപ്പൊ ഓർത്ത് വെച്ചോണം, ഒരു റാഷണൽ ഫംഗ്ഷൻ തന്നിട്ട് ഡൊമൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ പരിപാടി? ഡിനോമിനേറ്റർ ഈസ് ഈക്വൽ ടു. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറല്ലേ അല്പം മുമ്പേ പറഞ്ഞത് ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണ്, അതിന്റെ ഡിനോമിനേറ്റർ എന്താകരുത് എന്ന് പറഞ്ഞ അതേ ആള് തന്നെ ഇപ്പൊ പറയുന്നു അതേ ഈക്വൽ എന്തെന്ന് എടുക്കണമെന്ന്. അതൊരു കോൺട്രഡിക്ഷൻ അല്ലേ? വിഷമിക്കണ്ട, അതെന്താന്ന് പുറകാലെ വരുമ്പോ ഞാൻ പറഞ്ഞുതരാം. എഴുതിയാട്ടെ. എക്സ് സ്ക്വയർ മൈനസ് 5xa പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 5xa പ്ലസ് 4 ഈക്വൽ 0. ഇയാളെ കണ്ടിട്ട് വലിയ പരിചയമുണ്ടോ? ഇല്ല. അതോട്ട് വേണോ? ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ആരാണ് ഇത് സോൾവ് ചെയ്യാൻ? ഒരുപാട് മെത്തേഡുകൾ നിങ്ങൾക്ക് അറിയാം. കൂട്ടത്തിൽ എളുപ്പമുള്ള മെത്തേഡിന്റെ പേര് ഫാക്ടറൈസേഷൻ. എന്താണ്? സൈഡിലോട്ട് എഴുതിയിട. 2 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കിട്ടണം. അതേ 2 നമ്പറുകൾ കൂട്ടുമ്പോൾ -5 കിട്ടണം. CBSE-കാർക്ക് ഇങ്ങനെ മെത്തേഡ് ഉണ്ട് അല്ലേ? അങ്ങനെ ഗുണിച്ചാൽ 4ഉം കൂട്ടിയാൽ -5 കിട്ടുന്ന നമ്പറുകൾ ഏതൊക്കെയാ? -1ഉം -4ഉം അല്ലേ? -1ഉം -4 ഇൻറ്റു ചെയ്യുമ്പോ +4 കിട്ടും. -1ഉം -4 കൂട്ടുമ്പോ -5 കിട്ടും. ഈ നമ്പർ കണ്ടുപിടിച്ചാൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇത് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഫാക്ടറൈസേഷൻ നടത്തണം. പറഞ്ഞിട്ട് എങ്ങനെയായിരുന്നു? പറഞ്ഞോ. x - 1 ഇൻറ്റു x - 4 ഈക്വൽ 0. എഴുതിയാട്ടെ. എഴുതാത്തവർ എന്റെ കൂടെ റെഡിങ്കിൽ ഇപ്പൊ എഴുതിക്കോണം. എഴുതി. ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 0 വരണമെങ്കിൽ
വരണമെങ്കിൽ ഒന്നുകിൽ ആദ്യത്തെ ആളായ x-1 എന്തായിരിക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തെ ആളായ x-4 എന്തായിരിക്കണം. അപ്പോൾ x = 1 ഓർ x = ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇവിടം വരെ ആരെങ്കിലും എഴുതാനുണ്ടോ? അല്ല, എപ്പോഴും ചെറിയ കുഴപ്പം. ഈ 1 4 കൊടുക്കുമ്പോ ഈ ഡിനോമിനേറ്റർ എന്തായി മാറും എന്നല്ലേ അതിന്റെ അർത്ഥം. അങ്ങനെ ഡിനോമിനേറ്റർ 0 ആയാൽ അതിന്റെ അർത്ഥം ഈ ചോദ്യത്തിൽ പറയുന്ന ഫംഗ്ഷൻ നിലനിൽക്കത്തില്ല. ഫംഗ്ഷൻ ഡിനോമിനേറ്റർ 0 ആയി പോയ പിന്നെ അതിന്റെ വില കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതിന് വേറൊരർത്ഥമുണ്ട്. എന്തർത്ഥം? ഈ വിലകൾ കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആയി പോകും. അപ്പൊ വേറൊരർത്ഥം, ഈ വിലകൾ കൊടുക്കാതിരുന്നാൽ ഡിനോമിനേറ്റർ എന്താകത്തില്ല. അവിടെ നിന്നാണ് നമ്മൾ ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എഴുതുന്നത്. ഡൊമൈൻ ഈക്വൽ r മൈനസ് ആരാ റിയൽ നമ്പർ സെറ്റ് മൈനസ് സെറ്റ് 1,4 എന്ന് വെച്ചാൽ അർത്ഥം റിയൽ നമ്പർ സെറ്റിൽ നിന്ന് ഈ രണ്ടുപേര് ഉൾക്കൊള്ളുന്ന സെറ്റിനെ എന്ന് വെച്ചാൽ അവരെ രണ്ടുപേരെ അങ്ങ് മാറ്റുക. അവരൊഴിച്ച് ബാക്കി ഏത് റിയൽ നമ്പർ വിലകളും ഈ ഫംഗ്ഷനകത്തിൽ ആർക്ക് പകരം കൊടുക്കാം? എക്സിന് പകരമായിട്ട് കൊടുക്കാം. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എഴുതിയാട്ടെ. നോക്കാം. 2017 മാർച്ചിലെ ചോദ്യം വായിച്ചാട്ടെ. The domain of the function f of x equal 1 by x minus 1. അപ്പൊ f of x equal 1 by x minus 1 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ അവർ 2-3 ഓപ്ഷൻ താഴെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ സെറ്റ് 1, സെക്കൻഡ് ഓപ്ഷൻ r, തേർഡ് ഓപ്ഷൻ r മൈനസ് സെറ്റ് 1, ഫോർത്ത് ഓപ്ഷൻ r മൈനസ് സെറ്റ് 0. അപ്പൊ ഇവിടെയും ചോദ്യത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണ്? ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണ്? റാഷണൽ ഫംഗ്ഷനാണ്. എന്ത് ഫംഗ്ഷനാണ്? റെഡിങ് അല്ലാതെ ഏതെങ്കിലും പേന ആരുടെയെങ്കിലും കയ്യിൽ ഇരിക്കുന്നത് കണ്ടാൽ റാഷണൽ ഫംഗ്ഷനാണ്. അതിന്റെ എന്ത് കണ്ടുപിടിക്കാനാണ്? ഡൊമൈൻ. എന്തോ ഡൊമൈൻ കണ്ടുപിടിക്കാനുള്ള മാർഗം? ഡിനോമിനേറ്റർ ഈസ് ഈക്വൽ ടു അപ്പൊ x മൈനസ് 1 ഈക്വൽ 0 എടുക്കണം. അപ്പോൾ എക്സിന്റെ വില 1. അപ്പൊ അതിന്റെ അർത്ഥം എക്സിന് 1 എന്ന് കൊടുത്താൽ ഷിനാസെ ഈ ഫംഗ്ഷൻ ഡിനോമിനേറ്റർ എന്തായി മാറും? അപ്പൊ ഡിനോമിനേറ്റർ 0 ആയാൽ ഫംഗ്ഷന്റെ വില കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം ഈ വില കൊടുക്കരുത്. ഇതൊഴിച്ച് വേറെ ഏത് വില വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ഡൊമൈൻ ഈക്വൽ r മൈനസ് സെറ്റ് 1. അപ്പൊ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ നമ്പർ 3. ഇങ്ങനെയാണോ ആൻസർ? നോക്കിയാട്ടെ. ഇങ്ങനെയാണോ ഓപ്ഷൻ നോക്കിയാട്ടെ. 2018 സെയിലെ രണ്ടാമത്തെ ചോദ്യം വായിച്ചാട്ടെ. കൺസിഡർ ചോദ്യം വായിക്കാൻ വയ്യാട്ടെ. കൺസിഡർ ദ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ f of x is equal to x minus 3 divided by x square minus x minus 6. അതിന്റെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് f of x. പക്ഷേ അതിന്റെ സെക്കൻഡ് പാർട്ട് ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 f of x ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഈ പാഠപുസ്തകത്തിലെ അവസാന ഭാഗത്ത് എത്തുമ്പോ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഈ കണക്ക് എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് പാർട്ട് നമുക്ക് ഇപ്പൊ ചെയ്യാം. പറഞ്ഞാട്ടെ, എങ്ങനെ ചെയ്യും പറഞ്ഞാട്ടെ. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണ്?
ഒരു റാഷണൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഡൊമൈൻ കണ്ടുപിടിക്കാനുള്ള മാർഗം അങ്ങനല്ല, ഡിനോമിനേറ്റർ ഇസ് ഈക്വൽ ടു, അപ്പൊ ഇവിടെ പറഞ്ഞാട്ടെ, എഴുതാത്തൊരു എന്റെ കൂടെ എഴുതിക്കോണം, എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 ഈക്വൽ ടു 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാ. ഇതെങ്ങനെയാ സോൾവ് ചെയ്യുന്ന പറഞ്ഞാട്ടെ. പ്രോഡക്റ്റും സമ്മിന്റെ ഐഡിയ, രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 കിട്ടണം. അതേ രണ്ട് നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ -1 കിട്ടണം. അങ്ങനെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? -3 ഉം ശരിയാണോ നോക്കിക്കേ. -3 +2 കൂടെ ഗുണിച്ചാൽ -6 കിട്ടുമോ? കിട്ടും. -3 ഉം 2 കൂടെ ആഡ് ചെയ്താൽ -1 കിട്ടുമോ? കിട്ടും. കൃഷയത്തെ കിട്ടുമോ? കിട്ടും. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മള് ഇതിനെ ഒന്ന് ഫാക്ടറൈസേഷൻ നടത്തണം. എഴുതാത്തവർ എന്റെ കൂടെ എഴുതിക്കോണം പറഞ്ഞാട്ടെ. ഫാക്ടറൈസേഷൻ x-3 ഇൻറ്റു x+2 ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 0 വരണമെങ്കിൽ ഒന്നുകിൽ ആദ്യത്തെ ആളായ x-3 എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓർ രണ്ടാമത്തെ ആളായ x+2 എന്ത് വരണം? 0 വരണം. അപ്പോൾ x ഈക്വൽ 3 ഓർ x ഈക്വൽ -2. ഈ എഴുതി വച്ചേക്കുന്നതിന്റെ അർത്ഥം ആടിനാതെ, ഈ തന്നിരിക്കുന്ന ചോദ്യത്തിലെ അഭിനവേ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന എക്സിന്റെ സ്ഥാനത്ത് 3 എന്നും -2 എന്നും കൊടുത്താൽ ഡിനോമിനേറ്റർ എന്തായി പോകും? 0 ആയി പോകും. അപ്പൊ അങ്ങനെ ആയാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ ഈ വിലകൾ കൊടുക്കരുത്. ഈ വിലകൾ, അപ്പൊ ഡൊമൈൻ പറഞ്ഞാട്ടെ, ഡൊമൈൻ ഈക്വൽ r മൈനസ് സെറ്റ് 3, ഇത് -2, 3 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. കംപ്ലീറ്റ് ആയല്ലോ? കംപ്ലീറ്റ് ആയോ? ആ ക്വസ്റ്റ്യന്റെ സൈഡിൽ ടിക്ക് ഇട്ടായിരുന്നു? ആ ക്വസ്റ്റ്യന്റെ സൈഡിൽ നിന്ന് ടിക്ക് ഇട്ടാരേ? ഓക്കെ. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of x is equal to മോഡുലസ് ഓഫ് x+1. ഇതാണ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന്റെ എന്ത് വരയ്ക്കണം? അപ്പൊ ഞാൻ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിലെ 1-2 ഗ്രാഫുകൾ വരപ്പിച്ചപ്പോ ചെയ്തൊരു ഐഡിയ ഉണ്ട്. ആ ഐഡിയയിലാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. നിങ്ങളെ ഞാൻ ആ ഗ്രാഫ് എന്ത് പേപ്പറിലാണ് വരപ്പിച്ചേ? ഗ്രാഫ് പേപ്പറിൽ. പക്ഷെ പരീക്ഷയ്ക്ക് എന്ത് തരത്തില്ല? ഗ്രാഫ് പേപ്പറില്ല, നമ്മുടെ നോർമൽ പരീക്ഷാ പേപ്പറിൽ തന്നെ വേണം ഗ്രാഫ് വരയ്ക്കാൻ. അപ്പൊ നമ്മൾ ആദ്യം ഒരു കോളം അങ്ങോട്ട് വരയ്ക്കണം. എക്സും എഫ് ഓഫ് എക്സും ഉൾപ്പെടുന്ന എന്തങ്ങോട്ട് വരയ്ക്കണം? ഒരു കോളം. ഇതിൽ എക്സിന് നമ്മൾ പ്രധാനമായിട്ടും ഒരു 7 വിലകളാണ് കൊടുക്കുന്നത്. എത്ര വിലകളാണ്? അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ -3, -2, -1, 0, 1, 2, 3. അതായത് ഒരു 3 നെഗറ്റീവ് ഇൻഡിജർ വില, ഒരു 3 പോസിറ്റീവ് ഇൻഡിജർ വില, ശബരി, പിന്നെ 0. അങ്ങനെ എത്ര പേര് നമ്മൾ കൊടുക്കുന്നു? 7 പേര്. ഇനി ഇത് കൊടുത്തിട്ട് ആരുടെ വില കണ്ടുപിടിക്കണം? എഫ് ഓഫ് എക്സിന്റെ വില. ആരുടെ വിലയാണ്? നോക്കാം. എക്സിന്റെ വില -3 ആണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വില പറഞ്ഞേ, -3 ഒന്നുകൂടെ കൂട്ടണം. എത്ര കിട്ടും? -2. എന്നിട്ട് അതിന്റെ മോഡുലസ് എടുക്കണം. എത്ര കിട്ടും? 2. അപ്പോൾ -2 ആണെങ്കിലോ -2 ഒന്നുകൂടെ കൂട്ടണം. -1ന്റെ മോഡുലസ് എടുക്കണം. എത്ര? 1. അടുത്തത് -1 എടുക്കുന്നു. -1നോട് 1 കൂട്ടിയാൽ 0, മോഡുലസ് എടുത്താൽ 0. അടുത്തത് 0 കൊടുക്കുന്നു. 0 + 1, 1. 1ന്റെ മോഡുലസ് എടുത്താൽ 1.
അടുത്തത് എക്സിന് 1 കൊടുക്കുന്നു. 1 + 1 2, മോഡുലസ് ഓഫ് 2. അടുത്തത് എക്സിന് 2 കൊടുക്കുന്നു. 2 + 1 3, മോഡുലസ് ഓഫ് 3. അടുത്തത് 3 കൊടുക്കുന്നു. 3 + 1 4, മോഡുലസ് ഓഫ് 4. ഈ ടേബിൾ എഴുതിയതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പോ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫംഗ്ഷന്റെയും ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞുള്ള അടുത്ത പരിപാടി ഇതാണ്. എക്സിന് ഒരു 3 നെഗറ്റീവ് വില, ഒരു 3 പോസിറ്റീവ് വില, 0 ഇത്രയും കൊടുത്തിട്ട് ആരുടെ വില കണ്ടുപിടിക്കാം? f(x). ഇത് നിങ്ങൾ എക്സിന് കൊടുത്ത വില കണ്ടോ? -3 മുതൽ +3 വരെയുള്ള വിലയാണ് എക്സിന് കൊടുത്ത വില. നിങ്ങൾക്ക് f(x)ന് കിട്ടിയ വില കണ്ടോ? എവിടെ മുതൽ എവിടം വരെ? 2 തൊട്ട് 4 വരെ. അപ്പൊ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോ എക്സ് ആക്സസ് വേണം, വൈ ആക്സസ് വേണം. എക്സ് ഡാഷ്, വൈ ഡാഷ്, ഒറിജിൻ. ഇനി പറയുന്ന പരിപാടി ഒന്നും +1-ലേതല്ല, 10ാം ക്ലാസ്സിലെ കോഓർഡിനേറ്റ്, ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്നീ പാഠങ്ങളിൽ പഠിച്ച ഐഡിയയാണ് ഷിനാസ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. നിങ്ങളിത് മാർക്ക് ചെയ്യുമ്പോ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ വേണം ഈ പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ. ഇടത്തോട്ട് -1, -2, -3, -4. മുകളിലോട്ട് 1, 2, 3, 4. താഴോട്ട് -1, -2, -3, -4. എക്സിന് -3 കൊടുത്തപ്പോ f(x)ന് കിട്ടിയ വില 2. അപ്പൊ എക്സ് ആക്സസേലെ -3-ഉം വൈ ആക്സസേലെ 2ഉം കൂടി കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആണ് ആര്? -3, 2 എന്ന് പറയുന്നത്. ആരാ? -3, 2. അടുത്ത പോയിന്റ് പറഞ്ഞാട്ടെ. -2, 1. ഏതാ പോയിന്റ്? -2, 1. ഇതാണ് -2, 1. അടുത്ത പോയിന്റ് -1, 0. അതെവിടെ വരും? എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സ് ആക്സസേലെ -1-ൽ വരും. ആര് പറഞ്ഞു? 10ാം ക്ലാസ് പഠിച്ചതാണ്. ഒരു പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് 0 ആണെങ്കിൽ ആ പോയിന്റ് എവിടെ ആയിരിക്കും വരുന്നത്? എക്സ് ആക്സസിൽ വരും. എവിടെ വരും? അപ്പൊ -1, 0. ഇതാണ് -1, 0 ആണോ? അടുത്തത് ഏതാ? 0, 1 പറഞ്ഞാട്ടെ. 0, 1. എക്സ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ ആ പോയിന്റ് എവിടെ ആയിരിക്കും? വൈ ആക്സസിലെ 1. വൈ ആക്സസിലെ 1. ഇതല്ലേ വൈ ആക്സസിലെ 1? അടുത്തത് 1, 2. എക്സിലെ 1-ഉം വൈയിലെ 2ഉം കൂടി കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ്. ആവശ്യമില്ലാതെ തിരിച്ച് അടിയിൽ തന്നെ ക്ലാസ്സിനോട് ഇറക്കടി ഞാൻ പറഞ്ഞേക്കാം കേട്ടല്ലോ. അടുത്തത് 2, 3. എക്സ് ആക്സസേലെ 2ഉം വൈ ആക്സസേലെ 3ഉം കൂടെ ചേരുന്ന ഈ പോയിന്റ് ആണ് 2, 3. അടുത്തത് 3, 4. എക്സ് ആക്സസേലെ 3ഉം വൈ ആക്സസേലെ 4ഉം കൂടെ ചേരുന്ന ഈ പോയിന്റ് ആണ് 3, 4. ഈ പോയിന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനാണ് എന്തിൽ വരയ്ക്കാൻ പറയുന്നത്? ഗ്രാഫ് പേപ്പർ വരയ്ക്കാൻ പറ്റും. ഇനി എന്ത് ചെയ്യണം? അടുത്തടുത്തുള്ള പോയിന്റുകളെ യോജിപ്പിക്കാം. ഇതാണ് ആരുടെ ഗ്രാഫ്? f(x) = മോഡുലസ് ഓഫ് x + 1-ന്റെ ഗ്രാഫ്. ശ്രദ്ധിക്കുക, ഇതിപ്പോൾ എഴുതിയെടുക്കണം. ഗ്രാഫ് വരയ്ക്കാനുള്ള സ്ഥലം വിടണം. വീട്ടിൽ ചെന്ന് ഗ്രാഫ് പേപ്പറിനകത്ത് വരച്ച് അവിടോട്ട് എന്ത് ചെയ്യുക? ഒട്ടിച്ചു വെക്കുക. എഴുതിയെടുത്താട്ടെ. 2015 മാച്ച് ദ ഫോളോയിങ്. ഏതാണ്? മാച്ച് ദ ഫോളോയിങ്. ഇടതുവശത്ത് നിങ്ങൾക്കൊരു 3 ഫംഗ്ഷന്റെ ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇനിയാണ് അവരുടെ പ്രധാനപ്പെട്ട കലാപരിപാടി. വലതുവശത്ത് 3 ഫംഗ്ഷൻ അല്ല, 4 ഫംഗ്ഷൻ ആണ് തരുന്നത്. ആണോ? ഇടതുവശത്ത് 3 പേരുടെ ഗ്രാഫും വലതുവശത്ത് 4 ഫംഗ്ഷന്റെ പേരും. ഇവരെ തമ്മിൽ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം.
ഒന്നാമത് കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് ഫംഗ്ഷന്റെ ഗ്രാഫാണ്? ഐഡന്റിറ്റി ഫംഗ്ഷൻ. അപ്പൊ ഒന്ന് റൈറ്റ് സൈഡിൽ ആരുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? 3 മാച്ച് ചെയ്യുന്നത്. 2 ആരുമായിട്ട് മാച്ച് ചെയ്യുന്നു? മോഡുലസ് ഫംഗ്ഷനുമായിട്ട് മാച്ച് ചെയ്യുന്നു. ആരുമായിട്ട് മാച്ച് ചെയ്യുന്നു? 3 ആരുമായിട്ട് മാച്ച് ചെയ്യുന്നു? സിഗ്നം ഫംഗ്ഷനുമായിട്ട് മാച്ച് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ആൻസർ ആയല്ലോ. ടിക്കിട്ടാട്ടെ, ആ ക്വസ്റ്റ്യൻ ടിക്കിട്ടാട്ടെ. 2016 ചോദ്യം, ഡിഫൈൻ ദ മോഡുലസ് ഫംഗ്ഷൻ, വാട്ട് ഈസ് ഇറ്റ്സ് ഡൊമൈൻ, ഡ്രോ എ റഫ് സ്കെച്ച്. എല്ലാം നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചുള്ളതാണ്. ബുക്കുമായിട്ട് എഴുന്നേറ്റ് വന്ന ബുക്ക് കാണിച്ചാട്ടെ. അടുത്ത ചോദ്യം ഏത് വർഷം? 2016 സേ ചോദ്യം ഇല്ലയോ? ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1 5 9 11 15 16 and f equal set ordered by 1 5 2 9 3 1 4 5 2 1. State with the reason whether f is a relation or a function. അതായത് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്. ഇതൊരു റിലേഷൻ ആണോ അതോ ഫംഗ്ഷൻ ആണോ എന്നാണ് ചോദ്യം. അഭിപ്രായം? ആദ്യം റിലേഷൻ ആണോ? റിലേഷൻ ഇല്ലയോ? എന്തായാലും റിലേഷൻ ഇല്ലയോ? റിലേഷൻ ആയിരിക്കും. 2 ഫംഗ്ഷൻ ആണോ? കാരണം ഡൊമൈനില് 2 എന്ന് പറയുന്ന എലമെന്റിന് എത്ര ഇമേജ് ഉണ്ട്? അപ്പൊ എന്തോ റീസെർച്ച് വെക്കേണ്ടത്? ദ എലമെന്റ് 2 ഇൻ ദ ഡൊമൈൻ ഹാസ് 2 ഇമേജസ് ഇൻ ദ കോഡൊമൈൻ. അങ്ങനെ എഴുതണം. അതുകൊണ്ട് ഇതെന്തല്ല? ഫംഗ്ഷൻ അല്ല. ആരെങ്കിലും റീസൺ എഴുതാനുണ്ടോ? ആരെങ്കിലും റീസൺ എഴുതാനുണ്ടോ? 2017 സേയിലെ ചോദ്യം, ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ and g of x equal 2x plus 1 be 2 real function. Find f into g of x and f plus g of x. അതിന് എന്തോ ഒരു റെഫറൻസ് പറയാനുണ്ടല്ലോ. എക്സാമ്പിൾ അപ്പോൾ എഴുതിയിടുക. റഫർ എക്സാമ്പിൾ 16. റഫർ എക്സാമ്പിൾ 16. റഫർ എക്സാമ്പിൾ 2018 മാർച്ചിലെ 1ന്റെ സി ക്വസ്റ്റ്യൻ. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് is equal to x minus 1 the whole square. ചെയ്തുകൊണ്ട് വന്നവരൊന്ന് എഴുന്നേറ്റ് വന്നേ. അപ്പോ 2018 മാർച്ചിലെ ചോദ്യം ഇതാണ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x equal x minus 1 the whole square. ആദ്യം ഇതിന്റെ അർത്ഥം പറഞ്ഞു. പറയുക. ഏതെങ്കിലും ഒരു എലമെന്റിന്റെ മുകളിൽ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ ആദ്യം ആ നമ്പറിൽ നിന്ന് 1 കുറയ്ക്കണം. എന്നിട്ട് ആ നമ്പറിന്റെ എന്തെടുക്കണം? ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ എക്സിന് 0 കൊടുക്കുക എന്ന് വിചാരിക്കാം. അതായത് എഫ് ഓഫ് 0. ഉത്തരം പറഞ്ഞാട്ടെ. 0 മൈനസ് 1 -1ന്റെ സ്ക്വയർ 1. അപ്പൊ 0 കൊടുത്താൽ ഉത്തരം എന്ത് വരും? ഇനി അടുത്തത് എക്സിന് നമ്മൾ 1 കൊടുക്കുന്നു. അതായത് എഫ് ഓഫ് 1 കണ്ടുപിടിക്കുന്നു. പറഞ്ഞാട്ടെ. 1 മൈനസ് 1 0. 0യുടെ സ്ക്വയർ. അപ്പൊ ഇവിടുത്തെ ഉത്തരം. അടുത്തത് എക്സിന് 2 കൊടുക്കുന്നു. എഫ് ഓഫ് 2 2 മൈനസ് 1 1ന്റെ സ്ക്വയർ 1. അടുത്തത് എക്സിന് നമ്മൾ 3 കൊടുക്കുന്നു. ഹോമോസൈസർ 3ൽ നിന്ന് 1 കുറച്ചാൽ 2. 2ന്റെ സ്ക്വയർ 4. ഇനി നമ്മൾ എക്സിന് -1 കൊടുക്കുന്നു. -1 -2 -2ന്റെ സ്ക്വയർ 4.
അടുത്തത് എക്സിന് നമ്മൾ -2 എന്ന് കൊടുക്കുന്നു. -2 -1 -3. -3യുടെ സ്ക്വയർ 9. അടുത്തത് എക്സിന് -3 കൊടുക്കുന്നു. -3 -1 -4. -4ന്റെ സ്ക്വയർ 16 16. അപ്പോ എക്സിന് കൊടുത്ത വില രണ്ട് ഈ വിലകളൊക്കെ തന്നെ മതി. പക്ഷെ വൈക്ക് കിട്ടിയ വിലകൾ നിങ്ങൾ നോക്കിക്കേ. ഏറ്റവും കുറഞ്ഞ വില 0, ഏറ്റവും കൂടിയ വില 16. കുഴപ്പമില്ല, താഴത്തെ 9 കൊണ്ട് നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. 4 5 6 7 8 9 ഇത്ര വരെ മതി. നോക്കാം, അത് നമുക്ക് ഇവിടെ നോക്കാം. -2 9 -2 9 എവിടെ വരും പറഞ്ഞാട്ടെ? എക്സ് ആക്സസേല് -2ഉം വൈ ആക്സസേല് 9ഉം കൂടി കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആണ് -2 9. അടുത്തത് -1 4 പറഞ്ഞാട്ടെ. എക്സ് ആക്സസേല് -1ഉം വൈ ആക്സസേല് 4ഉം കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആണ് -1 4. അടുത്തത് 0 1 0 1. എക്സ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ ആ പോയിന്റ് എവിടെ ആയിരിക്കും? വൈ ആക്സസേല 1. വൈ ആക്സസേല അപ്പൊ ഇതാണ് നമ്മുടെ ആ പോയിന്റ്, വൈ ആക്സസേല 1. അടുത്തത് 1 0 1 0 വൈ കോർഡിനേറ്റ് 0 ആണെങ്കിൽ ആ പോയിന്റ് എവിടെ ആയിരിക്കും? വൈ കോർഡിനേറ്റ് 0 ആണെങ്കിൽ ആ പോയിന്റ് എവിടെ ആയിരിക്കും? എക്സ് ആക്സസേൽ. അപ്പൊ ഇതാണ് ആ പോയിന്റ് അല്ലേ? അടുത്തത് 2 1 2 1. എക്സ് ആക്സസേല് 2ഉം വൈ ആക്സസേല് 1ഉം കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആണ് 2 1. അടുത്തത് 3 4. എക്സ് ആക്സസേല് 3ഉം വൈ ആക്സസേല് 4ഉം കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആണ് 3 4. പോയിന്റ് മാർക്ക് ചെയ്തതിൽ ആർക്കൊരു സംശയം ഉണ്ടോ? ഇല്ല. ഇനി എന്ത് ചെയ്യണം? വരയ്ക്കണം. ഇങ്ങനെ ഇരിക്കും ആ ഫംഗ്ഷന്റെ ഗ്രാഫ്. അപ്പോ കോളം കറക്റ്റ് ആണെങ്കിൽ ഗ്രാഫ് വരയ്ക്കാനുള്ള സ്ഥലം ഇടുക. വീട്ടിൽ ചെന്ന് ഗ്രാഫ് പേപ്പറിൽ വരച്ച് അവിടെ ഒട്ടിച്ചു വെച്ചാൽ മതി. ബുക്കും ഫോട്ടോ കോപ്പി എല്ലാം മടക്കി വെക്കുക, ബോർഡിലേക്ക് നോക്കിയിരിക്കാം. 2018 സേയിലെ 3ാമത്തെ ചോദ്യം. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ മോഡുലസ് എക്സ് -3. ആദ്യത്തെ ചോദ്യം ഈ ഫംഗ്ഷന്റെ എന്ത് വരയ്ക്കാനാണ്? എന്ത് വരയ്ക്കാനാണ്? ഗ്രാഫ് വരയ്ക്കും. അപ്പൊ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ടേബിൾ വരയ്ക്കുന്നു. എക്സും എഫ് ഓഫ് എക്സും. എക്സിന് കൊടുക്കേണ്ട വില -3 -2 -1 0 1 2 3 വിലകളാണ് കൊടുക്കുന്നത്. അപ്പൊ എക്സിന് -3 കൊടുത്താൽ എന്തുത്തരം കിട്ടും പറഞ്ഞാട്ടെ? മോഡുലസ് ഓഫ് -3 3 3 ഇനി എക്സിന് -2 കൊടുക്കുന്നു. മോഡുലസ് ഓഫ് -2 2 2 -3 -1 -1 കൊടുക്കുന്നു. മോഡുലസ് ഓഫ് -1 1 1 -3 -2. എക്സിന് 0 കൊടുക്കുന്നു. അമൃതേ, മോഡുലസ് ഓഫ് 0 മോഡുലസ് ഓഫ് 0 0 0 -3 -3. എക്സിന് 1 കൊടുക്കുന്നു. മോഡുലസ് ഓഫ് 1 1 1 -3 എക്സിന് 2 കൊടുക്കുന്നു. മോഡുലസ് ഓഫ് 2 2 2 -3 2 -3 -1. എക്സിന് 3 കൊടുക്കുന്നു. മോഡുലസ് ഓഫ് 3 3 3 -3 0. ഇങ്ങനെയാണോ നിങ്ങൾക്ക് ടേബിൾ വിലകൾ കിട്ടിയെന്ന് നോക്കിക്കേ.
ഇങ്ങനെയാണോ നിങ്ങൾക്ക് ടേബിൾ വിലകൾ കിട്ടിയത് നോക്കാം. ആണോ? അതും ഗ്രാഫ് പേപ്പറിൽ തന്നെ വരയ്ക്കണം. ബുക്കടച്ചു വെക്ക, ബോർഡിലേക്ക് നോക്കാം. ഈ വിലയൊക്കെ കറക്റ്റ് ആണല്ലോ. ഇനി നമ്മൾ ഗ്രാഫിലോട്ട് പ്ലോട്ട് ചെയ്യാൻ പോവാം. -3 0 എവിടെ വരും? അവിടെ ഒരു ഇവിടെ ഒരു നല്ല പറയേണ്ടത്. ഗ്രാഫിൽ ഏത് പോയിന്റ് ആണ് -3 0? ഒരു പോയിന്റിന്റെ y കോർഡിനേറ്റ് 0 ആണെങ്കിൽ ആ പോയിന്റ് എവിടെ ആയിരിക്കും? എക്സ് ആക്സിസിൽ. അപ്പോ എക്സ് ആക്സിസിലെ -3 ആണ് -3 0. അടുത്തത് -2 -1. എക്സ് ആക്സിസിലെ -2ഉം y ആക്സിസിലെ -1 കൂടെ ചേരുന്ന ഈ പോയിന്റ് ആണ് -2 -1. -1 -2 എക്സ് ആക്സിസിലെ -1ഉം y ആക്സിസിലെ -2ഉം കൂടെ ചേരുന്ന ഈ പോയിന്റ് ആണ് -1 -2. അടുത്തത് 0 -3. y ആക്സിസിലെ y ആക്സിസിലെ -3. അപ്പൊ ഈ പോയിന്റ് ആണ് -3 0. അടുത്തത് 1 -2. എക്സ് ആക്സിസിലെ 1ഉം y ആക്സിസിലെ -2ഉം കൂടെ ചേരുന്ന ഈ പോയിന്റ് ആണ് 1 -2. 2 -1. എക്സ് ആക്സിസിലെ 2ഉം y ആക്സിസിലെ -1 കൂടെ ചേരുന്ന പോയിന്റ്. അപ്പൊ അതുകൊണ്ട് ഈ പോയിന്റ് ആണ് ആ പോയിന്റ് അല്ലേ. അടുത്ത പോയിന്റ് 3 0 ഇവിടെ വരും. എക്സ് ആക്സിസിലെ 3ഉം എന്ന് പറയുമ്പോ എക്സ് ആക്സിസിലെ 3. പോയിന്റ് മാർക്ക് ചെയ്തതിൽ ആർക്കൊരു സംശയം ഉണ്ടോ? ഇനി എന്ത് ചെയ്യണം? ഇവരെ ജോയിൻ ചെയ്യണം. ഇവരെ ഇങ്ങനെയാണ് ആരുടെ ഗ്രാഫ്? ഈ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഗ്രാഫ്. കൂടുതൽ പോയിന്റുകൾ എടുത്താൽ ഗ്രാഫ് ഇതേ ഷേപ്പിൽ തന്നെ പതുക്കെ പതുക്കെ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും? മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പൊ ഗ്രാഫ് വീട്ടിൽ പോയി എന്ത് ചെയ്യണം? നോക്കിയാട്ടെ. ഇനി അതിനൊരു സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലേ? എന്തോ ചോദ്യം? ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഇങ്ങോട്ട് നോക്കിയിരിക്കാം. ഡൊമൈൻ ശ്രദ്ധിക്കാം. എന്തുവായിരുന്നു ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞ അർത്ഥം? അത് ഓടയുടെ പേരായിട്ട് എഴുതും. അല്ല, നോർമലായിട്ട് എന്താണ് ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ? ആ തന്നിരിക്കുന്ന ചോദ്യത്തിൽ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വിലകളെല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്ന സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. അപ്പോ ഇവിടുത്തെ ചോദ്യത്തിൽ എക്സിന് നിങ്ങൾ എങ്ങനെയുള്ള വിലകളാണ് കൊടുത്തത്? മൊത്തം റിയൽ നമ്പർ വിലകൾ. ഏതെങ്കിലും വില കൊടുക്കാൻ പറ്റാത്ത വില വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ ഡൊമൈൻ എന്തായിരിക്കും? റിയൽ നമ്പർ സെറ്റ്. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇനി റേഞ്ച് ശ്രദ്ധിച്ചിരിക്കണം. ആ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് റേഞ്ച് എന്താന്ന് പറയാൻ പറ്റും. നിങ്ങൾ കൊടുത്ത് ഗ്രാഫിങ് ഏറ്റവും താഴെ എവിടെ വരെ വന്നു? -3 വരെ വന്നു. അതിന്റെ താഴോട്ട് ഗ്രാഫ് തന്നിട്ടില്ലല്ലോ. ഇല്ല. പിന്നെ ബാക്കി ഗ്രാഫ് ഇങ്ങനെ മുകളിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോ ഫംഗ്ഷന് കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ വില എത്ര? -3. ഏറ്റവും കൂടിയ വിലയോ? ഇൻഫിനിറ്റി. എന്താണ്? ഇൻഫിനിറ്റി എവിടെ വന്നാലും അവിടെ എന്ത് ഇന്റർവെൽ ഇടണം? ഓപ്പൺ ഇന്റർവെൽ ഇടണം. ഈ -3 എന്ന് പറയുന്ന വിലയും ഫംഗ്ഷന് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ കിടക്കുന്നു. ഫംഗ്ഷന് കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവിടെ എന്ത് ഇന്റർവെൽ ഇടണം? ക്ലോസ്ഡ് ഇന്റർവെൽ. അപ്പൊ ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്താണ്? ഇത് വായിക്കുന്നത് ലെഫ്റ്റ് ഓപ്പൺ. എന്താണ്? ലെഫ്റ്റ് അല്ല, ലെഫ്റ്റ് ക്ലോസ്ഡ്, റൈറ്റ് ഓപ്പൺ, ഇന്റർവെൽ -3
ഇൻഫിനിറ്റി. ഇതെങ്ങനെ വായിക്കുന്നത്? ലെഫ്റ്റ് ക്ലോസ്ഡ്, ഈ ബ്രാക്കറ്റ് ക്ലോസ്ഡിന്റെയാണ്. ലെഫ്റ്റ് ക്ലോസ്ഡ്, റൈറ്റ് ഓപ്പൺ, ഇന്റർവെൽ -3 ഇൻഫിനിറ്റി. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല, എഴുതിയെടുത്താട്ടെ. ഡൊമൈനും റേഞ്ചും മാത്രം എഴുതിയെടുക്കാം. 2019 സേ എടുത്താട്ടെ. എല്ലാവരും ആൻസർ എഴുതപ്പെടുത്താട്ടെ. 2019 സേ. വായിച്ചേ. മോഡലും അല്ലേ പറയാം. 2019 സേ ഒന്ന് വായിച്ചാട്ടെ. ഇഫ് എഫ് ഈസ് എ സിഗ്നം ഫംഗ്ഷൻ. മുഹമ്മദ് സയ്യിദ്, എഫ് എന്ത് ഫംഗ്ഷൻ ആണ്? then f of 100 equal ഡാഷ്. ഹലോ, എഫ് എന്ന് പറയുന്നത് സിഗ്നം ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് 100ന്റെ വില എത്രയാണ്? ഒരു വിലയില്ല. എഫ് ഓഫ് 100ന്റെ വില 1. കാരണം സിഗ്നം ഫംഗ്ഷൻ 3 വിലകളാണ് സ്വീകരിക്കുന്നത്. എക്സിന് കൊടുക്കുന്ന വില നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഫംഗ്ഷന്റെ വില എല്ലായ്പ്പോഴും -1 ആയിരിക്കും. 0 കൊടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വില നെഗറ്റീവ് നമ്പറുള്ള പോസിറ്റീവ് നമ്പർ കൊടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വില 1. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന 100 എന്ത് വിലയാണ്? പോസിറ്റീവ് നമ്പറാണ്. സോ ദി ആൻസർ ഈസ് 1. ശരിയാണോ? ആണോ? എഴുതി വെച്ചോണ്ടല്ലോ എല്ലാവരും ചോദ്യം. വായിച്ചാട്ടെ. എന്തോ ചോദ്യം എന്തുവായിരുന്നു? let f is equal to നോക്കാം. ചോദ്യം എല്ലാവരും എഴുതി വെച്ചോണ്ടല്ലോ. അടുത്തേവേ റെഡിങ്ങിലാണോ എഴുതിയേക്കുന്ന ചോദ്യം? അല്ല. അപ്പൊ ചോദ്യം എങ്ങനെയാണ്? let f is equal to set ordered pair 1 1 2 3 0 -1 -1 -3 be a function from z to z. Z2 defined by f of x equal ax plus b for some integers a, b. നമ്മൾ ഈ ഇന്റിജറുകളുടെ വിലയാണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. എല്ലാവരും അല്പസമയത്തേക്ക് പേന അടച്ചു വെച്ചേ. എല്ലാവരും അല്പസമയത്തേക്ക് പേനായൊക്കെ അടച്ചു നോക്കാം. എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? ഹലോ, ഇസഡിൽ നിന്ന് ഇസഡിലോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് എഫ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി എന്നുള്ളതാണ് റൂള്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി എന്നുള്ളതാണ് റൂള്. ആ റൂളിനകത്ത് എന്തോ ഒരു ചെറിയ കുഴപ്പമില്ലയോ? ഉണ്ട്. എന്തുവാ? എയും ബിയും ആരാണെന്ന് അറിയത്തില്ല. അവരാരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇന്റിജറുകളെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഈ ഇന്റിജറുകളെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാൻ വേണ്ടി ഫംഗ്ഷൻ അവര് നമുക്കിങ്ങ് തന്നേക്കാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഈ എക്സിന് വില കൊടുത്ത് എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചിട്ടില്ലേ? അങ്ങനല്ലേ 2-3 പേരുടെ ഗ്രാഫ് നമ്മൾ വരച്ചത്. അതുപോലെ ആ വിലകൾ അവരിങ്ങ് തന്നേക്കാണ്. അതായത് ഇതിന്റെ അർത്ഥം പറഞ്ഞു 1 1ന്റെ അർത്ഥം എക്സിന് 1 കൊടുക്കുമ്പോ ഫംഗ്ഷന്റെ വില അഥവാ എഫ് ഓഫ് എക്സിന്റെ വില 1 എന്ന് കിട്ടുന്നു. ഇതിനർത്ഥം പറഞ്ഞാട്ടെ. എക്സിന് 2 കൊടുക്കുമ്പോ ആ എഫ് ഓഫ് എക്സിന്റെ വില 3 എന്ന് കിട്ടുന്നു. ഇതിന്റെ അർത്ഥം എക്സിന് 0 കൊടുക്കുമ്പോ ഫംഗ്ഷന്റെ വില -1 എന്ന് കിട്ടുന്നു. ഇതിന്റെ അർത്ഥം എക്സിന് -1 എന്ന് കൊടുക്കുമ്പോ ഫംഗ്ഷൻ എന്ത് കിട്ടുന്നു? -3 എന്ന് കിട്ടുന്നു. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു. വേണ്ട ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ when x is equal to 0
എഫ് ഓഫ് എക്സ് is equal to -1. എഫ് ഓഫ് എക്സ് is equal to ഒന്ന് പറഞ്ഞാട്ടെ, എഫ് ഓഫ് എക്സിന് പകരം എന്ത് കൊടുക്കണം? -1 ഈക്വൽ എ ഇൻറ്റു 0 പ്ലസ് ബി. അപ്പോൾ -1 ഈക്വൽ എ ഇൻറ്റു 0 പ്ലസ് ബി. അപ്പൊ തിരിച്ചെഴുതിയാൽ ബി ഈക്വൽ എന്ത് കിട്ടി? -1 കിട്ടി. അപ്പൊ എയിലും ബിയിലും ആരെ കിട്ടി? ഹലോ, എയിലും ബിയിലും ആരെ കിട്ടി? ബി എ കിട്ടി. ഇനി ആരെ കൂടെ കിട്ടണം? എ കിട്ടണം. പിള്ളേച്ച ബുക്കടെ ചോദിച്ചു അതെങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ 1, 2, 3, 4 പോയിന്റിൽ ഒരാളെ അല്ലേ നമ്മളിപ്പോ എടുത്തുള്ളൂ. ഇനി ഇഷ്ടം പോലെ 1, 2, 3 പോയിന്റ് ബാലൻസ് കിടക്കില്ലേ? അതിൽ ഒരു പോയിന്റ് ഇടാണല്ലോ 1, 1. ഇതിന്റെ അർത്ഥം പറഞ്ഞാട്ടെ, എക്സിന് 1 കൊടുത്താൽ വെൻ എക്സ് ഈക്വൽ 1 എഫ് ഓഫ് എക്സ് ഈക്വൽ 1. വില കൊടുത്ത് പറഞ്ഞാട്ടെ, 1 is equal to a into 1 പ്ലസ് ബിക്ക് വിലയുണ്ട്, ഡിക്ക് വിലയുണ്ട് -1. അപ്പോൾ 1 ഈക്വൽ എ ഇൻറ്റു 1 എ പ്ലസ് -1 -1. നമുക്ക് ആരുടെ വിലയാ വേണ്ടത്? എയുടെ വില. നമ്മൾ ഈ -1നെ കൂടി ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതിയല്ലോ. പറഞ്ഞാട്ടെ, 1 + 1 ഈക്വൽ 1 + 1 ഈക്വൽ 2 ഈക്വൽ എ. തിരിച്ചെഴുതിയാൽ എ ഈക്വൽ, അപ്പോ എയുടെ വില 2 എന്നും കിട്ടി, ബിയുടെ വില -1 എന്നും കിട്ടി. അപ്പൊ അഭിനവ് കൃഷ്ണ, ഈ വില കൊടുത്താലേ കിട്ടുമെന്ന് നിർബന്ധമൊന്നുമില്ല. അടുത്ത പോയിന്റായ 2, 3 ഉപയോഗിച്ചാലും ബിയുടെ വില കിട്ടും, അല്ല എയുടെ വില കിട്ടും. ഇനിയത്തെ പോയിന്റായ -1, -3 ഉപയോഗിച്ചാലും ആരുടെ വില കിട്ടും? എയുടെ വില കിട്ടും. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു പോയിന്റ് ഇല്ലായിരുന്നു എന്ന് വിചാരിക്കാം. ഏത് പോയിന്റ്? 0, -1. അത് ഇതിന് പകരം 0 അല്ലാത്ത നമ്പർ ആയിരുന്നെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ? ഇതിലെ 2 വിലകൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു പേഴ്സ് ഓഫ് ഇക്വേഷൻ കിട്ടും. എന്ത് കിട്ടും? എയിലും ബിയിലും ഉള്ള 2 ഇക്വേഷൻ കിട്ടും. എയിലും ബിയിലും ഉള്ള ആ 2 ഇക്വേഷൻ എടുത്ത് എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്താൽ മാത്രം മതി. എഴുതിയാട്ടെ, സാർ ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തേരെ. എയുടെ വില 2 എന്നും ബിയുടെ വില -1 എന്നും കിട്ടിയത്. ഓക്കെ, അപ്പൊ അവിടെ വരെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് അടുത്ത ദിവസം ക്ലാസ്സിൽ വെരിഫൈ ചെയ്യാം. ഏതിന്റെയാ പേനാടെ മേടിക്കാം. ആൺകുട്ടികൾ എഴുന്നേറ്റ് തന്നെ. ആൺകുട്ടികൾ